ചൂരൽമല ഈ ഏരിയയിൽ 180 പശുക്കളുണ്ടായിരുന്നു എന്നാണ് കണക്ക്. ഇപ്പം നമുക്കൊരു 40 പശുക്കളുടെ ഡീറ്റെയിൽസ് ഇപ്പോൾ കിട്ടാനുള്ളൂ. ബാക്കി പശുക്കളൊക്കെ മിസ്സിംഗ് ആണ്, അല്ലെങ്കിൽ ഒഴുകിപ്പോയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ മണ്ണിനടിയിൽ പോയിട്ടുണ്ടാവാം. ഈ 3 വാർഡിലായിട്ട് ചൂരൽമല, അട്ടമല, മുണ്ടക്കൈ, ഈ 3 ഭാഗത്തായിട്ട് 180ഓളം പശുക്കളാണ് ഉണ്ടായിരുന്നത്. ഇവിടെ ആൾക്കാരില്ല, പിന്നെ അത് പശുക്കളെയൊക്കെ അഴിച്ചുവിട്ടിരിക്കുകയാണ്. ഇവിടെ പശുക്കളെ വളർത്തുന്നൊരു സിസ്റ്റവും അങ്ങനെയാണ്. രാവിലെ അഴിച്ചുവിടും, വൈകുന്നേരം ആകുമ്പോൾ വരും. ഇവിടുത്തെ ആൾക്കാരെ കംപ്ലീറ്റ് ഒഴിപ്പിച്ചിരിക്കുകയാണ്. ഇവരൊക്കെ ക്യാമ്പിലാണ്, കൽപ്പറ്റ SKMG സ്കൂളിലെ ക്യാമ്പിലാണ് ഈ അട്ടമല പ്രദേശത്തുള്ള ആൾക്കാരൊക്കെ. അപ്പോൾ ഈ പശുക്കൾ ഫ്രീ ആയിട്ട് ഉണ്ട്, വൈകുന്നേരം ആകുമ്പോൾ ഇവിടെ വരും. അതാണ് ഇവിടെ ഒരുപാട് ചാണിയൊക്കെ കാണുന്നത്. പിന്നെ നിങ്ങളുടെ വെറ്റിനറി ടീം എത്ര ദിവസം ഇവിടെ? വെറ്റിനറി ടീം നമ്മൾ സെക്കൻഡ് ഡേ തൊട്ട് താഴെ നമ്മൾ ഹെൽപ്പ് ലൈൻ തുറന്നിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഈ മേലെ ഒരു ഫാമുണ്ട്. ഇതിൻ്റെ ഒറിജിൻ ഈ ലാൻഡ് സ്ലൈഡിൻ്റെ ഏറ്റവും തുടക്ക സ്ഥാനത്ത് ഒരു ഫാമുണ്ട്. അവിടെ 23 പശുക്കളുണ്ട്. റാണിമല എസ്റ്റേറ്റിൻ്റെ ഒരു ഫാമുണ്ട്. ആ ഫാമിൽ 23 പശുക്കളുണ്ട്. അവിടെ ഒരു പശു ഡെത്തായിട്ടുണ്ട്, ഒരു പശു വീണ് കിടക്കുന്നുണ്ട്, എഴുന്നേക്കാൻ പറ്റാതെ വീണ് കിടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ വേറെയും കുറച്ച് അസുഖങ്ങളുണ്ട്. അതിനെ നോക്കാനായിട്ട് ഡെയിലി അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ റെസ്ക്യൂ ചെയ്ത് കൊണ്ടുവരുന്ന ആനിമൽസിന് പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്, അത് ഫോളോ അപ്പ് ആയിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അഡോപ്റ്റ് ചെയ്യേണ്ട ആനിമൽസിനെ ആൾക്കാർ അഡോപ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പം നമ്മൾ ടീമായിട്ട് എല്ലാ ദിവസവും ഇവിടെ 4-5 ഡോക്ടേഴ്സും അതുപോലെ തന്നെ പാരാവെറ്റിനറി സ്റ്റാഫും ഒക്കെ ഡ്യൂട്ടിയിലുണ്ട്. എത്ര ആൾക്കാർ ഏതേത് ആനിമൽസ് അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്? ഡോഗ്സ് ഉണ്ട്. ഒരു വീട്ടിൽ ചെന്നപ്പോൾ അവിടെ കുറേ ഡോഗ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ കുറേ ആൾക്കാർ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പിന്നെ അതുപോലെ റെസ്ക്യൂ ചെയ്ത ആനിമൽസ് ഉണ്ടോ എന്നുള്ള എൻക്വയറി വരുന്നുണ്ട്. ഞങ്ങൾ മാത്രമല്ല, ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് സംഘടനകളും ഇവിടെ ഇൻവോൾവ് ചെയ്ത് പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ ഒഴുകി പോണ പശു, കാണാൻ പോണ പശു, ഇതെല്ലാം ഇയാൾക്ക് ഗവൺമെൻറ് ഏതെങ്കിലും റിലീഫ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് പിന്നീട് ഇതിന് ശേഷം ഒരു കണക്കെടുത്തിട്ട് അതിനുള്ള കാര്യങ്ങളൊക്കെ ഗവൺമെൻറ് കോമ്പൻസേറ്റ് ചെയ്ത് കൊടുക്കും എന്നുള്ളതാണ് ഇതുവരെ പറഞ്ഞിരിക്കുന്ന കാര്യം. നല്ല പൊട്ടി വെള്ളം വരുമ്പോൾ എല്ലാ പ്രാവശ്യം വെള്ളം വരുന്ന പോലെ തന്നെ ഈ പ്രാവശ്യം ആദ്യം ഒരു വരവ് വന്നു. അത് വന്നപ്പോൾ നമ്മളൊരു സേഫ്റ്റി പശുക്കളെ നോക്കി നിന്നു. രണ്ടാമത്തെ പ്രാവശ്യം വെള്ളം വന്നപ്പോൾ കുറച്ച് വെള്ളം കയറിയപ്പോൾ നമ്മളെന്താക്കി തൊഴുത്തിലേക്ക് നോക്കുമ്പോൾ വെള്ളം തൊഴുത്തിലേക്ക് കയറിയിരുന്നു. തൊഴുത്തിൽ കയറുമ്പോൾ നമ്മളെന്താക്കി വേഗം പോയി പശുക്കളെ അയച്ചുവിട്ട് കുറച്ച് അയച്ചുവിടാൻ പറ്റും. അപ്പോഴത്തേക്കും വെള്ളം ശക്തമായി കയറി തൊഴുത്തേക്ക് ഒന്നുകൂടി കയറി. അത് കയറുമ്പോഴത്തേക്കും നമുക്ക് ഞാൻ ഓടി രക്ഷപ്പെട്ട് കുറച്ച് പശുക്കൾ അവിടുത്തെ കുടുങ്ങിപ്പോയി. അത് കഴിഞ്ഞ് നമ്മൾ വന്ന് പിന്നെ പിറ്റേ ദിവസം രാവിലെ നോക്കുമ്പോഴാണ് ഇത് ഈ കോലം കാണുന്നത്. രാത്രി ആയതുകൊണ്ട് കറണ്ടും ഇല്ല, വെളിച്ചവും ഒന്നുമില്ല. പിറ്റേ ദിവസം രാവിലെ നോക്കുമ്പോഴാണ് ചൂരൽമല പാലം പൊട്ടിയതും ഇവിടെ ഇങ്ങനെ ഈ വെള്ളം കയറുന്നതും. അതിലിപ്പോൾ എത്ര പശുക്കളാണ്? മൊത്തം ഇവിടെ 10 തൊഴുത്തിൽ 134 പശു, 10 ഫാമിലീൻ്റെ പശുക്കൾ. അതിലിപ്പോൾ നിലവിൽ ഇപ്പോൾ ഇന്ന് വരെ തിരഞ്ഞ് കണ്ടെത്തിയത് 148 പശുവിനെ കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ ബാക്കി പശുക്കൾ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. 145 പശു ഉണ്ടായിരുന്നു ഇവിടെ. ഇപ്പോൾ 48 പശുവിനെ കണ്ടിട്ടുണ്ട്, ബാക്കിയും കൂടി കാണാനുണ്ട്. അതപ്പോൾ ഇങ്ങനെ തരിയാണ് അവിടെ ഇവിടെ ഇപ്പോൾ നിലവിൽ കണ്ടെത്തിയിട്ടുണ്ട്. ബാക്കി പശുക്കളും കൂടി കണ്ടെത്താം. അപ്പം ഇങ്ങനെ നമ്മൾ ഓരോ ഭാഗത്ത് പോയി നോക്കി പേടിച്ച് എവിടെയും കയറിയിട്ടുണ്ടോ ഒലിച്ചു പോയിട്ടുണ്ടോ എന്ന് അറിയില്ല. അത് തിരഞ്ഞ് ഇങ്ങനെ ഞങ്ങൾ കാലത്ത് വന്നതാണ്. പിന്നെ ഇപ്പോൾ നിങ്ങളുടെ പശുക്കളെല്ലാം എങ്ങനെ മെയിൻറ്റെയിൻസ് ചെയ്തിട്ടുണ്ട്? പശുക്കൾ അത് തൊഴുത്തിലൊന്നും കെട്ടില്ല. ആ പോകും കാട്ടുപോകും തിന്നും പാടീൻ്റെ അവിടെ വന്ന് കിടക്കും. ഒന്നും ചെയ്യാൻ പറ്റില്ല. പശുക്കൾക്ക് ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. പാലൊന്നും കറക്കാൻ പറ്റില്ല. കുട്ടികളുള്ളത് കുട്ടിയുള്ള പശുക്കൾ കുട്ടികൾ കുടിച്ചു പോകും. ഇല്ലാത്തത് അവിടെ തിങ്ങി നിൽക്കണമെങ്കിൽ ഇപ്പോൾ 2-3 ടൗണിൽ രക്ഷാപ്രവർത്തനം ഉണ്ട്. പാല് കറന്ന് ഒഴിവാക്കുകയാണ്. അതിപ്പോൾ നമ്മളിപ്പോൾ ഇതിൻ്റെ കണക്ക് സൊസൈറ്റി കൊടുക്കണം. സൊസൈറ്റി കൊടുത്ത് പിന്നെ വില്ലേജ് ഓഫീസായിട്ട് ഇതായിട്ട് അത് മിൽമേൻ്റെ കെയറപ്പ് പോകുന്ന അവിടെ കണക്ക് കൊടുത്ത് അവിടുന്ന് ഗവൺമെൻറ് ഇപ്പോൾ രാവിലെ ഞാൻ ഇതിനെപ്പറ്റി നമ്മൾ റിപ്പോർട്ട് ചാനലിൽ ഞാൻ ഇത് ചെയ്തപ്പോൾ മറ്റേ മിനിസ്റ്റർ പറഞ്ഞിട്ടുണ്ട് ഒരു പശുവിന് 37,500 വെച്ചിട്ട് നഷ്ടപ്പെട്ട പശുവിന് തരാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കണക്കും കാര്യങ്ങൾ നമ്മൾ കൊടുക്കണം. അപ്പോൾ അത് കിട്ടാതെ ഇപ്പോൾ നമുക്ക് പശുക്കളെ കിട്ടാതെ എത്ര കിട്ടുന്നുണ്ട് എത്ര ഉണ്ടല്ലോ ഒന്ന് മഴ ഒതുങ്ങി കഴിഞ്ഞാൽ നമുക്ക് ആ പശുക്കളെ കണക്ക് കിട്ടും. അപ്പോൾ അവിടെ എങ്ങനെ പശുക്കൾ വന്നോളും. செய்திகளை உடனுக்குடன் தெரிந்து கொள்ள உடனே சப்ஸ்கிரைப் பண்ணுங்க.